ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ലാസ് 1 മലയാളത്തിലെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ച് ചോദ്യങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ മക്കളും നോക്കുക. നമുക്ക് എക്സാമിനേക്ക്, ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിനേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ചോദ്യങ്ങൾ കണ്ടു നോക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് വാച്ചിങ് മൈ ചാനൽ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അനു മുറ്റത്തേക്കിറങ്ങി. കാക്ക വന്നു. അനു പാലപ്പം തരുമോ? പൂച്ച വന്നു. അനു പാൽ തരുമോ? കാക്ക അപ്പം തിന്നു. പൂച്ച പാൽ കുടിച്ചു. അപ്പം നിങ്ങൾക്കിത് വായിക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക്, നിങ്ങൾ ആ ചാപ്റ്ററിൽ നമ്മൾ ഷൈനി അപ്പം തിന്നുമ്പോൾ കാക്കയും പിന്നെ കോഴിയൊക്കെ വന്നത് ആ ചാപ്റ്റർ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നില്ല. അതുപോലെ തന്നെ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് എക്സാമിന് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നത്? കാക്ക ചോദിച്ചത് എന്ത്? കാക്ക എന്താ ചോദിച്ചത്? അനു അപ്പം തരുമോ? അപ്പോൾ ആ വരി അതുപോലെ നോക്കി എഴുതി ഇങ്ങോട്ട് എടുക്കണം. അടുത്തത് പൂച്ച ചോദിച്ചത് എന്തായിരുന്നു? അനു പാൽ തരുമോ? അപ്പോൾ അതേപോലെ നോക്കി നിങ്ങളെ വരി അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ എക്സാമിന് എന്തായാലും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വരും, വായിച്ച് മിസ്സ് വായിച്ചു തരും, നിങ്ങളും മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കി എഴുതാനാണ് ഉണ്ടാവുക. അല്ലാതെ മോള് തന്നത് അതുപോലെ നോക്കി വൃത്തിയിൽ എഴുതിയാൽ മതി. ഇനിയും ചോദ്യങ്ങൾ ഒരു പാരഗ്രാഫിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ അടുത്ത ചോദ്യം എന്താ നോക്കാം. അടുത്തത് ചിത്രം നോക്കി വരി കണ്ടെത്താം. ഞാനിവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പമാണ് ഇത് കേട്ടോ. പിന്നെ കാക്ക അപ്പം തിന്നുന്നു. അപ്പോൾ ആ വരികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാക്ക അപ്പം തിന്നു, പൂച്ച പാൽ കുടിച്ചു. അപ്പോൾ ഇവിടെ ഏതാണ് അനുയോജ്യമായ വരി ഏതാണെന്ന് നോക്കി എഴുതി കൊടുക്കാം. പിന്നെ ആ പ അക്ഷരം വരുന്ന വാക്കുകൾ നോക്കി എഴുതാം. അപ്പം നിങ്ങളിപ്പോൾ മുകളിൽ കൊടുത്ത അതിൽ വായിച്ചു നോക്കിയാൽ പ വരുന്ന 2 വാക്കുകളുണ്ടല്ലേ. അപ്പം, പാലപ്പം ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പം നോക്കി എഴുതുക. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്കറിയാവുന്ന 3 പലഹാരങ്ങളുടെ പേര് വെച്ച് എഴുതണം. അപ്പം മധുരമുള്ളവ, പുളിയുള്ളവ, കയ്പുള്ളവ. അപ്പം മധുരമുള്ളവ എന്തായാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ലഡു, ജിലേബി, മൈസൂർ പാക്ക്, അങ്ങനെ മക്കൾക്ക് ഏതാണോ എളുപ്പം അവരുടെ ആ ടേസ്റ്റിനനുസരിച്ച് പിന്നെ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ചു വെക്കുക. പുളിയുള്ളവയാണെങ്കിൽ നാരങ്ങ, മുന്തിരി, പിന്നെ കയ്പുള്ളവയാണെങ്കിൽ കയ്പക്ക, അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പോൾ എക്സാമിന് അഥവാ ചോദിച്ചാലും, ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റ് ടെസ്റ്റ് അല്ലാതെ ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതിനു വേണ്ടി പഠിച്ചു വെക്കാനാണ്. അടുത്ത് തരംതിരിക്കാം. ഇത് ചോദ്യം കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? തരംതിരിച്ച് എഴുതണം. ആവിയിൽ വേവും ആഹാരങ്ങൾ, ചുട്ടെടുക്കും ആഹാരങ്ങൾ, വറുത്തെടുക്കും ആഹാരങ്ങൾ, വേവിക്കാത്ത ആഹാരങ്ങൾ. ചിലപ്പോൾ ഇതിൽ മൂന്നെണ്ണം വീതം 3 കോളംസ് ആക്കി തരംതിരിച്ച് എഴുതാനേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അത് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ഏതിലാണ് വരിക? ഉണ്ണിയപ്പം എന്താണ്? വറുത്തെടുക്കുന്ന ആഹാരമാണല്ലേ. അപ്പോൾ വറുത്തെടുക്കുന്ന ആഹാരത്തിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഉണ്ണിയപ്പം എഴുതാം. മോരെന്താണ്? വേവിക്കാത്ത ആഹാരമാണ്, നമ്മൾ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നു. അച്ചപ്പം എന്താണ്? വറുത്തെടുക്കും ആഹാരമാണ്. ഇലയട എന്താണ്? ആവിയിൽ വേവിക്കുന്ന ആഹാരമാണ്. പുട്ടും ആവിയിൽ വേവിക്കുന്ന ആഹാരമാണ്. ചപ്പാത്തി, ദോശ ഒക്കെ എന്താണ്? ചുട്ടെടുക്കുന്ന ആഹാര സാധനങ്ങളാണ്. ബോണ്ട എന്താണ്? വറുത്തെടുക്കുന്നതാണ്. തൈര് വേവിക്കാത്തതാണ്. ജ്യൂസ് എന്താണ്? നൂലപ്പം ഉണ്ട്. നൂലപ്പം എന്താണ്? ആവിയിൽ വേവിക്കും. പത്തിരി ചുട്ടെടുക്കും. സർബത്ത് വേവിക്കാത്തതാണ്. മസാലദോശ എന്താണ്? ചുട്ടെടുക്കുന്നതാണ്. ജ്യൂസ് എന്താണ്? നമ്മൾ നേരിട്ട് കഴിക്കുക അല്ലേ, വേവിക്കാത്ത ആഹാരമാണ്. നെയ്യപ്പം എന്താണ്? വറുത്തെടുക്കുന്നതാണ്. ഇഡ്ഡലി എന്താണ്? ആവിയിൽ വേവിക്കും. സാലഡ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? സാലഡ് നമ്മൾ വേവിക്കാത്ത ആഹാരമാണ് അല്ലേ, അപ്പാട് നമ്മൾ ഉപയോഗിക്കും. ഓട്ടട എങ്ങനെയാണ്? ആവിയിൽ വേവിക്കുന്ന. പിന്നെ ഐസ്ക്രീം ഉണ്ട്, സമൂസ ഉണ്ട്, വട്ടയപ്പം ഉണ്ട്. ഐസ്ക്രീം എന്താണ്? വേവിക്കാത്ത ആഹാരമാണ്, അതെല്ലാവർക്കും അറിയാം. സമൂസ എന്താണ്? വറുത്തെടുക്കുന്ന ആഹാരമാണ്. വട്ടയപ്പം എന്താണ് നോക്കുക. അപ്പം എല്ലാ സാധനങ്ങളും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് തരം തിരിച്ചെഴുതുകയാണ് ചോദ്യം. അടുത്തത് വരികൾ കൂട്ടിച്ചേർക്കാം. ദോശ നല്ല ദോശ, അമ്മ ചുട്ട ദോശ. അപ്പം ഞാനവിടെ 2 ലൈന് വെച്ചിട്ട് വിട്ടിട്ടുണ്ട് അല്ലേ. ടോട്ടൽ നിങ്ങളവിടെ 4 ലൈന് കാണാം. അപ്പോൾ ദോശ എന്നുള്ളിടത്തിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? വട, അപ്പം ഇവ ചേർത്ത് കൊടുത്ത് വരികൾ പൂർത്തിയാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് 2 ചിത്രങ്ങളായിരിക്കും തരിക. അപ്പോൾ ദോശ, വട, അപ്പം
ഇങ്ങനെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ടാവും. ദോശ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പത്തിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരികൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദോശ എന്നുള്ളിടത്തിൽ എന്ത് ചെയ്ത് കൊടുക്കണം, വട എന്ന് എഴുതി കൊടുക്കാം. ദോശ എന്നുള്ളിടത്തിൽ വീണ്ടും അപ്പം എന്ന് എഴുതിയിട്ട് നമുക്ക് ആ വരികൾ പൂർത്തിയാക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ആൻഡ് കീപ് വാച്ചിങ്. താങ്ക് യു.